Hi 10th. So today we are going to finish exercise 6.2, and as you know only 3 more questions are there to discuss. So today we are going to wind up that, and let me tell you a few things before starting the video. ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ശനിയാഴ്ച ചിൽഡ്രൻസ് ഡേൻ്റെ ആണ് November 14 ഞാനൊരു എക്സ്ട്രാ സെഷൻസ് ചെയ്ത് തലേദിവസം ഇട്ടിരുന്നു. ഒരു 80% ഓഫ് ദി സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്തു. ബാക്കി ഒരു 20% ഭയങ്കര ലേറ്റായിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ വളരെ പൊതുവെ ഒരു നിശ്ചിത ടൈം പറയാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ആ പറയുന്ന സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, എത്രയാണോ സമയം പറഞ്ഞാൽ അതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സമയം പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ അന്ന് മെൻഷൻ ചെയ്തു, നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ട്രയാങ്കിൾസ് ചാപ്റ്ററാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് തെയിൽസ് തിയറം, അതിൻ്റെ കൺവേഴ്സ് എന്താണെന്ന് അറിയാത്ത ഒരു കുട്ടിക്ക് പോലും ഈ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് തന്നതുപോലെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അതിനൊരു ദിവസം നോക്കി വെക്കുവാണ്, ഒരു വൈവ് സംഘടിപ്പിക്കും. എന്നിട്ട് ഈ തെയിൽസ് തിയറമൊക്കെ നിങ്ങൾ എനിക്ക് എൻ്റെ മുമ്പിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ലൈവ് സെഷനിൽ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്കൂളിലോട്ട് വിളിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ ചോദിക്കും. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാങ്കിൾ, എസ്പെഷ്യലി തെയിൽസ് തിയറം ആൻഡ് ഇറ്റ്സ് പ്രൂഫ്. തെയിൽസ് തിയറവും പ്രൂഫും മനസ്സിലായി, കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഒരു കണ്ടൻറ്റും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസ് പ്രോബ്ലമൊക്കെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട് ഇൻ ബോർഡ് എക്സാം ഓർ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. So without wasting much time, let me shall we discuss the 3 questions which are remaining? Yes, come with me. Please watch the video properly without skipping any portion. Please, very important questions. We already discussed many important questions, and today we are going to discuss few important questions. Okay. So today we are going to discuss, and as you know, question number 7, 8 and 10 is remaining now. So let me discuss question number 7. Just read the question. Using theorem 6.1 is nothing but Thales theorem. So you must use Thales theorem to solve out this question. Prove that a line drawn through the midpoint of one side of a triangle parallel to another side bisect the third side. Actually this statement came from 9th standard. 9th standard നമ്മളൊരു മിഡ് പോയിൻറ്റ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ തിയറം തന്നെയാണത്. മിഡ് പോയിൻറ്റ് തിയറം എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, അത് തന്നെയാണെന്ന് തോന്നുന്നു. യെസ്, മിഡ് പോയിൻറ്റ് തിയറം തന്നെ. സോ 9th മിഡ് പോയിൻറ്റ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചുരുക്കം പറഞ്ഞാൽ മിഡ് പോയിൻറ്റ് തിയറം പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തുപയോഗിച്ച്? തെയിൽസ് തിയറം ഉപയോഗിച്ച്. മിഡ് പോയിൻറ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? പ്രൂവ് ദാറ്റ് എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിൻറ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ്. You have to prove this midpoint theorem or prove this statement by using Thales theorem. Shall we? Yes. So before that, let me explain the question once again. ഈ ക്വസ്റ്റ്യൻ ഞാൻ വളരെ നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കുന്നു. സ്റ്റേ വിത്ത് മീ, ഡു നോട്ട് സ്കിപ്പ് ദ വീഡിയോ. സി, prove that a line drawn through the midpoint of one side of a triangle parallel to another side. Anyway, ഇതൊരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിട്ടാണ്. സോ ട്രയാങ്കിൾ വരയ്ക്കുന്നു നമ്മൾ. ഓക്കെ, സോ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ലെറ്റ് ഇറ്റ് ബി ട്രയാങ്കിൾ ABC. ഇനി മിഡ് പോയിൻറ്റ് തിയറം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കി. പ്രൂവ് ദാറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് മിഡ് പോയിൻറ്റ് തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ക്വസ്റ്റിന് പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കാം മിഡ് പോയിൻറ്റ് തിയറത്തിന്. അപ്പോൾ 2 രീതിയിലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ പ്രൂവ് മിഡ് പോയിൻറ്റ് തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിൻറ്റ്. ഈ മിഡ് പോയിൻറ്റ് തിയറം എന്ന് പറയുന്നത് ഇതാണ്, എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിൻറ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂവ് മിഡ് പോയിൻറ്റ് തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ചോദിക്കാം. നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഇനി ഈ മിഡ് പോയിൻറ്റ് തിയറം അനുസരിച്ച് എന്താ പറയുന്നത്? ഇഫ് എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിൻറ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഒരു സൈഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് AC എന്ന് പറയുന്ന ഒരു സൈഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് ഗിവൺ ആണ്, ട്രയാങ്കിൾ ഗിവൺ ആണ്. അതിൽ AC എന്ന് പറയുന്ന സൈഡിൽ ഒരു മിഡ് പോയിൻറ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ അത് ഗിവൺ ആണ്. ലെറ്റ് ബി സം P. ഓക്കെ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ABC, അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ആ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്യുക. കാരണം എന്താ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പ്രൂവ് ദാറ്റ് എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിൻറ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ മിഡ് പോയിൻറ്റിൽ കൂടെ, ഇസ്ന്റ് ഇറ്റ്, എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിൻറ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് എന്ന് വെച്ചാൽ ഈ മിഡ് പോയിൻറ്റിൽ കൂടെ ഈ സൈഡിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇതാ ഇങ്ങനെ ഈ മിഡ് പോയിൻറ്റിൽ കൂടെ
ഈ സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരിപ്പം പി ക്യു ആണെങ്കിൽ ഇവിടെ പോയിട്ട് എന്തായാലും ഈ വരയ്ക്കുന്ന ലൈൻ ഈ സൈഡിൽ പോയി മുട്ടും, അത് ക്യൂ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ പി ക്യു എന്ന് പറയുന്ന ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? പി ക്യു ലൈൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? പി ക്യു ലൈൻ സ്റ്റാർട്ട് ചെയ്തത് പി എന്ന് പറയുന്ന മിഡ് പോയിൻറ്റ്. പി എന്ന് പറയുന്ന മിഡ് പോയിൻറ്റ് ഏത് സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ്? പി ക്യു എന്ന ലൈനിൻ്റെ പ്രത്യേകത, പി ക്യു സ്റ്റാർട്ട് ചെയ്തത് പി എന്ന മിഡ് പോയിൻറ്റ് എ സി എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റായ പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഗിവൺ ആയിരുന്നു ക്വസ്റ്റ്യനിൽ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ വരച്ചിരിക്കുന്ന ലൈൻ മിഡ് പോയിൻ്റായ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. മാത്രമല്ല ആ ലൈൻ ഏതിന് പാരലായിരിക്കണം? ഒരു സൈഡിന് പാരലായിരിക്കണം. അപ്പോൾ എ ബിക്ക് പാരലായിട്ടാണ് ഞാൻ ഈ ലൈൻ വരച്ചത്. ഈ രണ്ട് ലൈൻ പാരലാണ്. മാത്രമല്ല ആ ലൈൻ സ്റ്റാർട്ട് ചെയ്തത് ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നാണ്. എങ്കിൽ ആ ലൈൻ ഒബ്വിയസ്ലി ബി സിനെ ഒരു പോയിന്റിൽ പോയി മുട്ടും. അതിനാണ് ക്യൂ എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നറിയോ? എന്താണ്? A line drawn through the midpoint of one side of a triangle such that that line is parallel to one side of a triangle, then we have to prove that that line should bisect the third side. ആ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന മൂന്നാമത്തെ സൈഡിനെ, ഇവിടുത്തെ മൂന്നാമത്തെ സൈഡ് ബി സിയാണ്, ആ മൂന്നാമത്തെ സൈഡ് ബി സിനെ ആ ലൈൻ ബൈസെക്റ്റ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ചുരുക്കം പറഞ്ഞാൽ ആ ലൈൻ ബി സിയെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറയണം. എന്താണ് ആ ലൈൻ ബി സിയെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അർത്ഥം? ആ ലൈൻ ബി സിയെ രണ്ട് ഈക്വൽ പോർഷൻ ആക്കുന്നു. അതായത് ഈ ലൈൻ ബി സിയെ ആക്കുന്ന പോർഷനാണല്ലോ സി ക്യൂവും ക്യൂ ബിയും, അത് രണ്ടും ഈക്വലാണ്. അതിനാണ് ബൈസെക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ക്യൂ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. ഇപ്പോൾ ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി സി ക്യൂവും ബി ക്യൂവും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് പകരം ക്യൂ മിഡ് പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സി ക്യൂവും ബി ക്യൂവും ഈക്വൽ ആവുമല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒരു ബെറ്റർ ക്ലാരിറ്റിക്ക് വേണ്ടി ഒറ്റ പ്രാവശ്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു ട്രയാങ്കിളിൽ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ. പ്രൂവ് ദാറ്റ് എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിൻ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ ഒരു മിഡ് പോയിൻ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അത് ഗിവൺ ആണ്. ആ മിഡ് പോയിൻറ്റിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. എങ്ങനെ? ആ ലൈൻ വരയ്ക്കുമ്പം മറ്റേ സൈഡിന്, ഇതാ ഈ സൈഡിന് പാരലായിട്ട് പോകണം. അപ്പോൾ ആ ലൈൻ ഒബ്വിയസ്ലി ഈ സൈഡിലൊരു ക്യൂന്നോ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി കട്ട് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലൈൻ ഈ സൈഡിന്, ഈ ലൈൻ ഈ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ, ഏത് രീതിയിൽ? ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തും പിന്നെ ആ ലൈൻ്റെ പ്രത്യേകത ഇതിന് പാരലായിട്ടും ഇങ്ങനൊരു ഈ സൈഡിന് പാരലായിട്ട് ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ഈ സൈഡിൻ്റെ പാരലായിട്ടാണ് ഈ ലൈൻ പോകുന്നതെങ്കിൽ ആ ലൈൻ ഈ സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് ക്യൂ ആണ് ആ ലൈൻ ഈ സൈഡിനെ മുട്ടുന്ന പോയിൻ്റ് എങ്കിൽ ഈ ലൈൻ ഇതിനെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സി ക്യൂവും ബി ക്യൂവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അഥവാ ക്യൂ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്യൂ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് ഗിവൺ അല്ല, അത് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്തൊക്കെയാണ് ഗിവൺ? പി മിഡ് പോയിൻ്റ് ആണ്, ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് പി മിഡ് പോയിൻ്റ് ആണ്. പിന്നെ ആ ലൈൻ ഇതിന് പാരലുമാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യൂ മിഡ് പോയിൻ്റ് ആണെന്നാണ്. എനിക്കൊന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഗിവൺ എഴുതുക. എന്തൊക്കെയാണ് ഗിവൺ? ട്രയാങ്കിൾ എ ബി സി ഇസ് ഗിവൺ. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി ഇസ് ഗിവൺ. ദെൻ വാട്ട് ഈസ് ഗിവൺ? പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സി. അത് ട്രിവിയലാണ്. പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സി, അത് തന്നിട്ടുണ്ട്. പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സി എന്ന് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഗിവൺ? ദെൻ ദറ്റ് പി ക്യു ഈസ് പാരലൽ ടു എ ബി, അതും ഗിവൺ ആണ്. പി ക്യു എന്ന് പറയുന്ന ഈ പോകുന്ന ലൈൻ എ ബിക്ക് പാരലാണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ്, ഐ ടോൾഡ് യു ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തരം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ സോ വി അണ്ടർസ്റ്റുഡ് എന്ന് നോട്ട് അയക്കുമ്പോൾ പറയാം. ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലൈൻ ഇങ്ങനെ പി എന്ന് പറയുന്ന ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യപ്പെടുകയും ആ ലൈൻ ഈ സൈഡിന് പാരലായിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലൈൻ ഇതിനെ ബൈസെക്റ്റ് ചെയ്യും. അഥവാ ക്യൂ ബി സിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യൂ ബി സിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് തന്നിട്ടില്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കണ്ടീഷനിൽ, അതായത് ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റായ പിയിൽ നിന്ന് ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ലൈൻ ഇതിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അഥവാ ആ ലൈൻ ഇതിനെ ബൈസെക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ടു പ്രൂവ് എന്താണ് എഴുതേണ്ടത്? ക്യൂ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബി സി. എനിക്ക് തോന്നുന്നു ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ഞാനിപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യം ശ്രദ്ധിക്കാത്തവനും രണ്ടാമത് ശ്രദ്ധിക്കാത്തവനും മൂന്നാമത് ശ്രദ്ധിക്കാത്തവനും നാലാമത് ശ്രദ്ധിക്കാത്തവനും വേണ്ടിയിട്ടാണ് ഈ 5-6 പ്രാവശ്യം പറയുന്ന ഒരു കാര്യം. അപ്പോൾ 5-ാമത്തെ 6-ാമത്തെ പ്രാവശ്യം അവൻ ശ്രദ്ധിച്ചാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് ക്യൂ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബി സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറം ഏതാണ്? പെട്ടെന്ന് പറയും. ഇതിൽ പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, പ്രൂഫ് വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തോന്നുന്ന തിയറം ഏതാണ്? അവിടെ തെയിൽസ് തിയറം. വൈ? ബിക്കോസ് ഒരു ലൈൻ
ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരേ ഒരു തിയറം ഉള്ളൂ. ഏതാത്? തെയിൽസ് തിയറം. സോ ജസ്റ്റ് അപ്ലൈ തെയിൽസ് തിയറം. സോ എന്തെന്ന് എഴുതാം? സിൻസ് PQ is parallel to AB one side of the triangle, then we can apply what? Thales theorem. By Thales theorem, what Thales theorem says, if a line is parallel to one side of the triangle, then that line divides the remaining two sides in equal ratio. So by Thales theorem, that line divides the remaining two sides in equal ratio. In the sense, what we can write? CP by PA should be equal to CQ by QB. ആ രണ്ട് സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. CP by PA is equal to CQ by QB. ഓക്കെ, നമ്മൾ ജസ്റ്റ് തെയിൽസ് തിയറം അപ്ലൈ ചെയ്ത് അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പോൾ ഇത്ര നിങ്ങൾ എഴുതിയല്ലോ, നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എഴുതി. അപ്പം ഇത്രയും മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം തെയിൽസ് തിയറമാണ്. ഈ സാഹചര്യത്തിൽ ഗിവണായിട്ടുള്ള കാര്യമായിരുന്നു ഈ ലൈൻ ഇതിന് പാരലാണെന്ന്. അതുകൊണ്ട് നമ്മൾ അവിടെ തെയിൽസ് തിയറം അപ്ലൈ ചെയ്തു. തെയിൽസ് തിയറം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഇതിന് പാരലാണെങ്കിൽ ആ ലൈൻ ഷുഡ് ഡിവൈഡ് ദ റിമൈനിങ് ടു സൈഡ്സ് ഇൻ ഈക്വൽ റേഷ്യോ എന്നാണ് തെയിൽസ് തിയറം പറയുന്നത്. അതായത് CP by PA is equal to CQ by QB. അങ്ങനെ നമ്മൾ എഴുതി. ഇനി നോക്കാം, ഞാൻ ഇത്ര എഴുതിയല്ലോ, ഇതിന് ഞാൻ CP എന്ന് എഴുതിയാൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും ചോദിക്കും. അതായത് CP by PA ഞാൻ CP by CP എന്ന് എഴുതി. റൈറ്റ് സൈഡ് CQ by QB ഒരു മാറ്റമില്ല, അതുകൊണ്ട് എഴുതി. അപ്പോൾ റൈറ്റ് സൈഡിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഞാൻ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത്. ലെഫ്റ്റ് സൈഡിൽ CP by PA ഞാൻ CP by CP എന്ന് എഴുതി. എനിക്ക് എഴുതാൻ പറ്റും. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ദാറ്റ് P ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AC. അതായത് AC മിഡ് പോയിൻ്റാണ് P എന്ന് പറയുമ്പം ഈ പോർഷനും ഒബ്വിയസ്ലി ഈക്വൽ ആവുമല്ലോ. കാരണം എന്താ? P എന്ന് പറയുന്നത് AC മിഡ് പോയിൻ്റാണ്. അതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം അവർ നമുക്ക് തന്നത്. സാധാരണ തെയിൽസ് തിയറത്തിൽ അങ്ങനെ ഇത് മിഡ് പോയിൻ്റ് ആവണമെന്നോ ഇത് മിഡ് പോയിൻ്റ് ആവണമെന്നൊന്നും ഒരു റൂളും ഇല്ല. തെയിൽസ് തിയറത്തിൽ ആകെ ഒരു റൂളേ ഉള്ളൂ, ഒരു ഗിവൺ കണ്ടീഷനേ ഉള്ളൂ. എന്ത്? ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ പോകണം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നത് എന്താണ്? P ഈസ് ദ മിഡ് പോയിൻറ്റ്. P ഈസ് ദ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? P ഇതിൻ്റെ കറക്റ്റ് നടുക്കാണ്. അതായത് ഈ പോർഷനും ഈക്വലാണ്. അതായത് എനിക്ക് ചുരുക്കം പറഞ്ഞാൽ CPയും APയും ഈക്വലാണെന്ന് പറഞ്ഞുകൂടെ? അതായത് AP should be equal to CP. That means instead of AP I can write what also? CP also. കാരണം എന്താ? APയും CPയും ഈക്വലാണ്. You understood now? So in bracket you can write why? Because P is the midpoint. That implies CP should be equal to AP. അതുകൊണ്ടാണ് ഞാനിവിടെ PA അഥവാ APക്ക് പകരം ഞാൻ എന്ത് റീപ്ലേസ് ചെയ്തത്? CP എന്ന് തന്നെ റീപ്ലേസ് ചെയ്തത്. കാരണം PA അല്ലെങ്കിൽ AP ഷുഡ് ബി ഈക്വൽ ടു CP ആയതുകൊണ്ട്. ഇതാണ് റീസൺ, ബിക്കോസ് അത് മിഡ് പോയിൻ്റ് ആണ്. ഇനി നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ CP by CP എന്നുള്ളത് 1 വരും, right side CQ by QB. Now we just see, take this QB to left side, so it become 1 into QB അല്ലേ? 1 into QB എന്ന് പറഞ്ഞാൽ എന്താണ്? QB. ഈ ക്യൂബിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. അപ്പം ഇത് ഡിവൈഡ് ചെയ്യേണ്ട ക്യൂബ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. സോ 1 into QB is equal to what? എന്താണ്? CQ. ന്യൂമറേറ്റർ CQ അതുപോലെ നിർത്തി ഈ ക്യൂബിന് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ 1 into QB QB ആവും. QB is equal to CQ ആവും. അപ്പം QB is equal to CQ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? QB is equal to CQ. ഇതാ QB is equal to CQയും ഈക്വൽ ആണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. അതായത് ഈ പോർഷനും ഈക്വൽ ആണെന്ന് നമ്മളിപ്പോൾ റീച്ച് ചെയ്തു. അവിടെയാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഈ പോർഷനും ഈക്വൽ ആണെങ്കിൽ ഒബ്വിയസ്ലി Q ഷുഡ് ബി ദ മിഡ് പോയിൻ്റ് ഓഫ് BC അല്ലേ? അല്ലെങ്കിൽ ഇതും ഈക്വൽ ആവുമല്ലോ. ഇതും ഈക്വൽ എന്ന് പറഞ്ഞാൽ Q ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയെങ്കിലല്ലേ പറ്റുള്ളൂ. യെസ്. സോ ദാറ്റ് ഇംപ്ലൈസ് Q ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് വാട്ട്? BC. ഹെൻസ് ദ പ്രൂഫ്. We are supposed to prove that Q is the midpoint of BC, and we reached in the proof. Q is the midpoint of BC. You might have understood, no? Okay, let me revise very fast. So ഇതിലെ ക്വസ്റ്റ്യനിൽ given question എന്ന് പറഞ്ഞാൽ എന്താണ്? Using Thales theorem, prove that the line drawn through the midpoint of one side of a triangle parallel to another side bisect the third side എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ്റെ പ്രത്യേകത ദാറ്റ് ലൈൻ ഷുഡ് ബി പാരലൽ ടു വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ഈ സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. അതായത് ആ വരയ്ക്കുന്ന ലൈൻ ഇതിൽ ഒരു Q എന്ന് പറയുന്ന പോയിന്റിൽ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് ഈ സൈഡിനെ ഈ ലൈൻ ബൈസെക്റ്റ് ചെയ്യുന്ന പറഞ്ഞ് പ്രൂവ് ചെയ്യുന്നതിന് വേറെ രീതിയിൽ പ്രൂവ് ചെയ്താൽ മതി. CQയും BQയും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗിവൺ കണ്ടീഷൻ നമുക്ക് Thales theorem അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. Thales theorem നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു റീപ്ലേസ് കൊടുത്തു. അത്രമാത്രം ചെയ്താൽ മതി, പ്രൂഫിലോട്ട് നമ്മളെത്തും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സോൾവ് ക്വസ്റ്റ്യൻ നമ്പർ 8 യൂസിങ് തിയറം 6.2. വാട്ട് വാസ് ദിസ് തിയറം 6.2? കൺവേഴ്സ് ഓഫ് Thales theorem. ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യനിൽ തരില്ല കേട്ടോ. നിങ്ങൾക്ക് ബോർഡ് എക്സാമിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇന്ന തിയറം യൂസ് ചെയ്യണമെന്നൊന്നും പറയില്ല. അവർ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞുള്ളൂ. സോ കൺവേഴ്സ് ഓഫ് Thales theorem അപ്ലൈ ചെയ്തിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ
മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഷുഡ് ബി പാരലൽ ടു ദ തേർഡ് സൈഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ മുകളിൽ പഠിച്ച മിഡ് പോയിൻറ്റ് തിയറത്തിൻ്റെ ഒരു കൺവേഴ്സായിട്ട് ഒരു റിവേഴ്സായിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്തായാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യണം. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? പ്രൂവ് that the line joining the midpoints of any two sides of a triangle should parallel to the third side. Once again, prove that the line joining, എങ്ങനെയാണ് ആ ലൈൻ ജോയിൻ ചെയ്യേണ്ടത്? midpoints of any two sides of a triangle is parallel to the third side എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യേണ്ടത്, നിങ്ങളൊരു ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, ഈ ട്രയാങ്കിൾ ഏതെങ്കിലും രണ്ട് സൈഡ്, ലെറ്റ് ഇറ്റ് ബി സം ABC അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഏതെങ്കിലും രണ്ട് സൈഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ABയും ACയും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നു. ആ ABയും ACൻ്റെയും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ലൈൻ ഈസ് ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. അതായത് ഈ രണ്ട് സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് ABൻ്റെ മിഡ് പോയിൻറ്റ് P എന്ന് മാർക്ക് ചെയ്യുക, ACൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് Q എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ Pൻ്റെ പ്രത്യേകത എന്താണ്? P ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AB. Qൻ്റെ പ്രത്യേകത എന്താണ്? Q ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AC. എന്തുകൊണ്ടാണ് ഞാൻ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാനുള്ള കാരണം ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്നാണ് പ്രത്യേകം പറഞ്ഞത്. അതായത് രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സിൽ കണക്ട് ചെയ്യുന്ന ലൈൻ വരച്ചു. ആ ലൈൻ, അങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ദാറ്റ് ലൈൻ ഷുഡ് പാരലൽ ടു ദ തേർഡ് സൈഡ്. ഈ ലൈൻ ഇതിന് പാരലാണ്. ഈ ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഇതിന് പാരലാണെന്ന് പ്രൂവ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനും ഇതും പാരലാണെന്ന് ഗിവണായിട്ട് തന്നിട്ടില്ല, അത് നമുക്ക് പ്രൂവ് ചെയ്തെത്തിക്കണം. യു മേ അണ്ടർസ്റ്റുഡ് നോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ. ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൽ ഈ സൈഡും ഞാൻ എടുത്തു. ഈ സൈഡിൽ മിഡ് പോയിൻ്റ് ആയിട്ട് P എന്ന് മാർക്ക് ചെയ്തു, ഈ സൈഡിൽ മിഡ് പോയിൻ്റ് ആയിട്ട് Q എന്ന് മാർക്ക് ചെയ്തു. അതായത് P ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AB, അതായത് APയും PBയും ഈക്വലാണ്. Q ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AC, ഗിവൺ ആണ്. AQവും QCയും ഇത് രണ്ട് മിഡ് പോയിൻ്റ് ആണെന്ന് ഗിവൺ ആണ്. അതുകൊണ്ട് AQയും QCയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനും തേർഡ് സൈഡും പാരലാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ഗിവൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്നു. സോ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നത് എന്താണ്? ട്രയാങ്കിൾ ABC is given and the next given thing is P is the midpoint of AB. അത് തന്നിട്ടുണ്ട്. P is the midpoint of AB. Then which is the next given thing? Q is the midpoint of AC. ഇത്രയും കാര്യങ്ങൾ given ആണ്. Without any confusion we can write because it is already given in the question. Then so given ആയി. ഇനി നമുക്ക് എന്താണ് ടു പ്രൂവ് ചെയ്യാനുള്ളത്? We have to prove that what this line PQ is parallel to BC. ഇങ്ങനെ ഒരു ലൈൻ PQ വരച്ചു കഴിഞ്ഞാൽ അത് BCക്ക് പാരലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, വെരി സിമ്പിൾ പ്രൂഫ്. മൈ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. സോ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് സിറ്റുവേഷൻ. ക്യാൻ യു അപ്ലൈ തെയിൽസ് തിയറം ഹിയർ? നോ. വൈ? ബിക്കോസ് സാർ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും പാരലൽ ആകണം അല്ലേ? ഇത് രണ്ടും പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്, അല്ലാണ്ട് ഗിവണില്ല. ഇതും പാരലാണെന്ന് ഗിവൺ ആണെങ്കിൽ മാത്രമേ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQവും BCയും പാരലാവണം എന്നാണ് അല്ലേ? അപ്പോൾ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഇതും ഓൾറെഡി പാരലാണെങ്കിൽ മാത്രമേ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന് പാരലാണോ എന്ന് പ്രൂവ് ചെയ്യാൻ, പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ ഏത് തിയറം നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറ്? കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം. കാരണം എന്താ? ഈ ലൈൻ ഇതിന് പാരലാണെങ്കിൽ ആകണമെങ്കിൽ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറയുന്നതനുസരിച്ച് ഈ ലൈൻ ഈ സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സപ്പോസ് ഈ ലൈൻ ഈ സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ലൈനും BCയും പാരലാവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ലൈനും BCയും പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അനുസരിച്ച് ഈ ലൈൻ ABനെയും ACനെയും ഈക്വൽ റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ? സോ റേഷ്യോ വിച്ച് ലൈൻ PQ ഡിവൈഡ്സ് AB നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? റേഷ്യോ വിച്ച് ലൈൻ PQ ഡിവൈഡ്സ് ACയും കണ്ടുപിടിക്കുന്നു സെപ്പറേറ്റ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? റേഷ്യോ വിച്ച് PQ ഡിവൈഡ്സ് ABയും റേഷ്യോ വിച്ച് PQ ഡിവൈഡ്സ് ACയും. അതായത് ഈ ലൈൻ ഇതിനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കണ്ടുപിടിക്കും. ചിലപ്പോൾ അത് ഈക്വൽ ആവും, ഈക്വൽ ആവാതിരിക്കാം. ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇതും പാരലാവുള്ളൂ, ഈക്വൽ അല്ലെങ്കിൽ പാരലാവില്ല. അങ്ങനെയല്ല നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ റേഷ്യോ കണ്ടുപിടിച്ചോളൂ. AP/PB ഇതല്ല റേഷ്യോ. ഈ ലൈൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് വെച്ചാൽ AP/PB ആണ്. ക്യാൻ ഐ റൈറ്റ് ഇറ്റ് ആസ് AP/AP
Of course. Why? Because P is the midpoint. So AP should be equal to PB. That means instead of PB, you can write AP itself. That's why I have maintained AP as it is. Instead of PB, I have written as AP because AP യും PB യും ഈക്വൽ ആണ്. കാരണം എന്താ P മിഡ് പോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് AP by AP 1? ആൻഡ് സിമിലർലി ഹിയർ ഓൾസോ AQ by QC എന്ന് വരും നമുക്ക് അല്ലേ. റേഷ്യോ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ AQ by QC ആണ്. ഇനി ഇതിനെ ക്യാൻ ഐ റൈറ്റ് ഇറ്റ് ആസ് AQ by AQ? യെസ്, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു റീസൺ, യു മേ ഹാവ് അണ്ടർസ്റ്റുഡ് നോ. സോ ഇതും ഈ റേഷ്യോയും 1 ആണ്, ഈ റേഷ്യോയും 1. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഇതിന് പാരലാണോ എന്ന് കണ്ടുപിടിക്കേണ്ട ഏത് സിറ്റുവേഷനിലും ഈ ലൈൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നിങ്ങൾ കണ്ടുപിടിക്കുക, ഈ ലൈൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെപ്പറേറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് നോക്കുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഇംപ്ലൈസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് AP by PB ഈസ് ഈക്വൽ ടു AQ by QC. That means what we have proved? We have proved that the line PQ divides AB and AC in equal ratio. That means that line PQ should be parallel to BC. കാരണം ഈക്വൽ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. വെരി സിമ്പിൾ. സോ നേരത്തെ നമ്മൾ പഠിച്ചത് ശരിക്കും മിഡ് പോയിൻറ്റും ഇത് കൺവേഴ്സ് ഓഫ് മിഡ് പോയിൻറ്റും ആണ്. ബോത്ത് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വളരെ സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. So now we are going to discuss the last question in this exercise, that is question number 10. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10നെ പറ്റി എനിക്ക് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ നമ്പർ 10 കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്, പക്ഷെ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നിങ്ങളത് ഗ്രാസ്പ് ചെയ്യാൻ തന്നെ വേണം, കാരണം സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിൽ ലീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതൊന്ന് ഗ്രാസ്പ് ചെയ്യുക. ചിലപ്പം അത് കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ചെയ്തു, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു കൺസ്ട്രക്ഷൻ. അതുപോലെ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യനൊക്കെ എന്താണ്, കുറച്ചൊരു ആ കൺസ്ട്രക്ഷൻ അവിടെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത്രമാത്രം, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതായത് അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അതെങ്ങനെ മനസ്സിലാവും ഈ ക്വസ്റ്റ്യനിൽ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന്? കാരണം അത് ചെയ്യാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് നമ്മൾ ആ കൺസ്ട്രക്ഷൻ നടത്താണ്ട് നമുക്ക് അവിടെ ഒരു തീറും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ഷൻ നടത്തിയാലേ തേൽസീറെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൺസ്ട്രക്ഷൻ അവിടെ ചെയ്തത്. അതുപോലെ ഈ ചോദ്യത്തിലും അതുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്ഷൻ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഷാൽ ബി? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 10, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് എക്സസൈസ്. ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. The diagonals of a quadrilateral ABCD intersect each other at the point O such that AO by BO is equal to CO by DO. Show that ABCD is a trapezium. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ABCD ഒരു ക്വാഡ്രിലാറ്ററൽ മാത്രമാണ്. ആ ABCD എന്ന് വെച്ചാൽ ചിലപ്പോൾ റെക്റ്റാങ്കിൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, നമുക്കറിയില്ല. ABCD ഒരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു ക്വാഡ്രിലാറ്ററൽ ABCD. അതിൻ്റെ ഡയഗണൽസ് എല്ലാം കൂടെ, രണ്ട് ഡയഗണൽസും കൂടെ കൂട്ടിമുട്ടും, ഏതിൽ ഓയിൽ മുട്ടും. മാത്രമല്ല ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ഇതും ഗിവൺ ആണ്. AO by BO is equal to CO by DO എന്നുള്ളത് ഗിവൺ ആണ്. 9th ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 9th ക്വസ്റ്റ്യൻ്റെ ശരിക്കും ഓപ്പോസിറ്റ് ആണിത്. 9th ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ 9th ക്വസ്റ്റ്യനും 10th ക്വസ്റ്റ്യനും നിങ്ങൾ രണ്ടും മാറി മാറി പ്രാക്ടീസ് ചെയ്ത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നല്ലതുപോലെ അരച്ച് കലക്കി കുടിച്ചോളാം. മാറിപ്പോകും ചിലപ്പോൾ എക്സാമിന്. അതാണ്. അപ്പം ഈ ക്വാഡ്രിലാറ്ററൽ ABCDൻ്റെ ഡയഗണൽസ് ഓയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു ഗിവൺ കണ്ടീഷനാണ്, ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന റേഷ്യോ ആണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇത് ഗിവൺ ആണ്. AO by BO is equal to CO by DO. ഷോ ദാറ്റ് ABCD is a trapezium. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്? ABCD ട്രപ്പീസിയം തന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ABCD ട്രപ്പീസിയം എന്ന് പറഞ്ഞിട്ടില്ല, അതിന് പകരം ഇത് തന്നു, എന്നിട്ട് ABCD ട്രപ്പീസിയം എന്ന് പറഞ്ഞു. അതാണ് രണ്ട് ക്വസ്റ്റ്യൻ നമ്മളുടെ വ്യത്യാസം. ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും സെപ്പറേറ്റ് 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ഒന്ന് തറാക്കി വെക്കാം. ഓക്കെ, ഷാൽ വി ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 10 നൗ? യെസ്, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിസ്റ്റിങ്വിഷ് ഒക്കെ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, സോ ഒരു ക്വാഡ്രിലാറ്ററൽ ABCD, ഓക്കെ, അത് നമുക്ക് ട്രപ്പീസിയമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനൊരു അതിനെ ജസ്റ്റ് ക്വാഡ്രിലാറ്ററലാക്കി വരയ്ക്കുന്നു. അപ്പോൾ എനിക്കറിയാം അതിനെ ട്രപ്പീസിയമാണെന്ന് പ്രൂവ് ചെയ്യണം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വരയ്ക്കുമ്പോൾ അതിനെ ട്രപ്പീസിയമാക്കി തന്നെ വരയ്ക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നോട് ഇത് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ റെക്റ്റാങ്കിൾ വരയ്ക്കാം, പാരലോഗ്രാം വരയ്ക്കാം, സ്ക്വയർ വരയ്ക്കാം, എന്ത് വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ എനിക്ക് ഈ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പ്രൂവ് ചെയ്ത് എത്തിക്കണം ട്രപ്പീസിയമാണെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു ട്രപ്പീസിയം പോലെ അങ്ങ് വരയ്ക്കുന്നു. ഇനി പ്രോബ്ലം ഇല്ല, കാരണം എനിക്ക് ആക്കേണ്ടത് ട്രപ്പീസിയത്തിലോട്ടാണല്ലോ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളൊക്കെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ ഒരു ട്രപ്പീസിയം പോലെ ഏകദേശം അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ, ഇത് ക്വാഡ്രിലാറ്ററലാണ്, ഇത് അറ്റ് പ്രസൻറ്റ് ട്രപ്പീസിയം അല്ല എന്ന് നിങ്ങൾ മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ പേര് നെയിമിങ് അടയാളപ്പെടുത്തുക, ABCD. ഓക്കെ, ഇനി ഈ രണ്ട് ഡയഗണൽസും അല്ലേ
ഡയഗണൽസ് ആണ്. ഇൻ്റർസെക്റ്റഡ് പോയിൻ്റ് ഒ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടുത്തെ ഡയഗണലും കൂടെ എവിടെയെല്ലാം കൂട്ടിമുട്ടുന്നു, ഒ എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഗിവണാണ്. ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നു. എന്താണ് ഗിവൺ? ABCD is just a quadrilateral. Then diagonals are intersecting at point O. പിന്നെ മൂന്നാമത്തെ തന്നിരിക്കുന്ന കാര്യമാണ് AO by BO is equal to CO by DO എന്ന് തന്നിട്ടുണ്ട്. Isn't it? സോ ഇതിന് നിങ്ങൾ വേണമെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ വിളിച്ചോളൂ. തന്നിട്ടുണ്ട്, ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ മാർക്ക് ചെയ്തത് കാരണം എനിക്ക് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഇനി ടു പ്രൂവിലോട്ട് എന്താ വേണ്ടത്? ABCD എന്താണ് പ്രൂവ് ചെയ്യണം? ഒരു ട്രപ്പീസിയമാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ABCD ട്രപ്പീസിയമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ABയും DCയും പാരലാണെന്ന് പറഞ്ഞാൽ പോരെ. കാരണം എന്താ, ഒരു കോഡിലാറ്ററൽ എപ്പോഴാണ് ട്രപ്പീസിയം ആവുക? ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് പെയർ ഓഫ് സൈഡ് പാരലാണെങ്കിൽ, ഒരു കോഡിലാറ്ററിലെ ഒരു പെയർ ഓഫ് സൈഡ് പാരലായി വന്നാൽ അത് ട്രപ്പീസിയം ആവും. അതായത് ട്രപ്പീസിയമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രൂവ് ചെയ്യാൻ മതി? AB ഈസ് പാരലൽ ടു DC എന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് ഞാൻ അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുന്നു. സോ ലെറ്റ് മീ ഗോ ടു പ്രൂഫ് നൗ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ദൃശ്യം, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പിക്ചർ. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആകെ തന്നിരിക്കുന്നത് ഇതൊരു കോഡിലാറ്ററാണ്. ഇതൊരു ട്രപ്പീസിയം ആണെന്ന് ആദ്യം പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു കോഡിലാറ്ററാണ്. ആ കോഡിലാറ്ററിൻ്റെ 2 ഡയഗണൽസ് വരച്ചു, അത് ഓയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. മാത്രമല്ല ഈ ഒരു കണ്ടീഷൻ മാത്രം തന്നിട്ടുണ്ട്. AO by BO എന്ന് നോക്കി, AO by BO is equal to CO by DO എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ഇതിനെ നമുക്കൊരു തേൽ സീറോവായിട്ട് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സൂചന ഉണ്ടോ? ഇല്ല. കാരണം ഒരു ട്രയാങ്കിൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യണം. ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ ഒരു സൈഡിന് പാരലായിട്ട് വേണം. അങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് എടുക്കാം, പക്ഷേ അങ്ങനത്തെ ഒരു ലൈൻ ഒന്നും ഇവിടെ ഇല്ല. ബട്ട് തേൽ സീറോ പറ്റില്ല. ഇനി കോൺവേഴ്സ് ഓഫ് തേൽ സീറോ പറ്റില്ല. പറ്റുമോ? ഇല്ല. ചില കുട്ടികൾക്ക് സംശയം വരും, സാർ ഇവിടെ റേഷ്യോ ഈക്വലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കൺവേഴ്സ് ഓഫ് തേൽ സീറത്തിൽ റേഷ്യോ ഈക്വലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺവേഴ്സ് ഓഫ് തേൽ സീറം പ്രകാരം ലൈൻ പാരലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ റേഷ്യോ ഈക്വലാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ കൺവേഴ്സ് ഓഫ് തേൽ സീറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കൺവേഴ്സ് ഓഫ് തേൽ സീറത്തിൻ്റെ ഗിവൺ കണ്ടീഷൻ എന്തായിരിക്കണം എന്നറിയോ? ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ ഇതിന് പാരലാണെന്ന് അറിയില്ല, പക്ഷേ ആ ലൈൻ ഈ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ദിസ് ബൈ ദിസ് ഷുഡ് ബി ഈക്വൽ ടു ദിസ് ബൈ ദിസ്. അങ്ങനെ ഒരു റേഷ്യോ അല്ല ഇവിടെ തന്നേക്കുന്നത്. AO by BO നോക്കി, AO by BO ഈസ് ഈക്വൽ ടു CO by DO എന്ന് പറയുന്നതും ദിസ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ് എന്ന് തരുന്ന റേഷ്യോയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അതായത് ഈ റേഷ്യോ തന്നിരിക്കുന്ന റേഷ്യോ കൺവേഴ്സ് ഓഫ് തേൽ സീറത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത റേഷ്യോ ആണ് തന്നേക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൺവേഴ്സ് ഓഫ് തേൽ സീറോ അറ്റ് പ്രസൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു കൺസ്ട്രക്ഷനിലോട്ട് പോകുന്നു. ഞാൻ പറയുന്നു, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊരു ട്രപ്പീസിയം അല്ല. അതായത് ABയും DCയും പാരലാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അത് നമുക്ക് പ്രൂവ് ചെയ്യണം, ABയും പാരലൽ ടു DC. ആ രീതിയിൽ നമുക്കിത് ട്രപ്പീസിയാണെന്ന് കാര്യത്തിലോട്ട് എത്തണം. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്ന കൺസ്ട്രക്ഷൻ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ AB എന്ന് പറയുന്ന ലൈന് പാരലായിട്ട് ഒരു ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ലെറ്റ് ഇറ്റ് ബി സം OP എന്ന് വരയ്ക്കുന്നു. അതായത് ABക്ക് പാരലായിട്ടൊരു കൺസ്ട്രക്ഷൻ OP കൊടുക്കുന്നു. ABയും OPയും പാരലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ OPയും DCയും പാരലാണെന്ന് പറഞ്ഞുകൂടെ? നെവർ. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കണമെന്ന്. ഇവിടെ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തപ്പം നമ്മൾ പറഞ്ഞിരുന്നു, ആ ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതും പാരലാണെങ്കിൽ ഇതിനോടും പാരലായിരിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 9ൽ ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള കാര്യമായിരുന്നു ABയും DCയും പാരലാണെന്ന്. അപ്പോൾ ABയും DCയും പാരലാണെന്നിരിക്കെ ABക്ക് പാരലായിട്ട് വേറൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് DCക്കും പാരലാകും. ക്വസ്റ്റ്യൻ നമ്പർ 9ൽ അത് റെഡിയായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ 10ൽ ഇതും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ABയും DCയും പാരലല്ല ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ABക്ക് ഒരു പാരലായിട്ടുള്ള OP എന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ OP DCക്ക് പാരലാവുമോ? ഒരിക്കലുമില്ല. കാരണം എന്താ, ABയും DCയും പാരലാണോ അല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് OPയും DCയും പാരലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ 9ലെ പോലെ പറയാൻ പറ്റില്ല. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 9ൽ ABയും DCയും പാരലായിരുന്നു. അപ്പോൾ ABക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് DCക്കും പാരലായി വരും. പക്ഷേ ഇവിടെ നമുക്ക് ABയും DCയും പാരലല്ല ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ABക്ക് പാരലായിട്ടൊരു ലൈൻ OP വരച്ചു കഴിഞ്ഞാൽ അത് OP ABയും പാരലാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആ കൺസ്ട്രക്ഷൻ നമുക്കിവിടെ എഴുതാം. കൺസ്ട്രക്റ്റ്, അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കണം. കൺസ്ട്രക്റ്റ് OB പാരലൽ ടു AB, അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ ACB ഒന്ന് കൺസിഡർ ചെയ്യാം. വിച്ച് ട്രയാങ്കിൾ? നൗ ആഫ്റ്റർ കൺസ്ട്രക്ടിങ് ദിസ്, നൗ യു ജസ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ ABC ഓർ ACB.
ഞാൻ വേണമെങ്കിൽ ഗ്രീനിൽ മാർക്ക് ചെയ്യാം, നിങ്ങളുടെ ഒരു സന്തോഷത്തിനും എൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ട്. ഇതാ ഗ്രീനിൽ മാർക്ക് ചെയ്തു. ഒരു ക്വസ്റ്റ്യനെ ഓപ്പറേഷൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആഴത്തിൽ മനസ്സിലാക്കുക, അതിന് മനസ്സിലാക്കാൻ ഒന്നും ഇല്ലാത്ത രീതിയിലാക്കണം. അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഈ ഗ്രീൻ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. ഈ ഗ്രീൻ ട്രയാങ്കിൾ തേൽസ് ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഈ ഗ്രീൻ ട്രയാങ്കിളിലെ AB എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് OP വരച്ചത്. അതായത് ഇപ്പം OP എന്ന് പറയുന്ന ലൈൻ AB എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് ABC എന്ന ട്രയാങ്കിളിലുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അവിടെ തേൽസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അതുപോലെ തന്നെ സിൻസ് ഇൻ ട്രയാങ്കിൾ ABC OP ഈസ് പാരലൽ ടു AB വി ക്യാൻ അപ്ലൈ തേൽസ് തിയറം, ഇസ്ന്റ് ഇറ്റ്? കാരണം ഒരു ട്രയാങ്കിൾ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തേൽസ് തിയറം എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. സോ ബൈ തേൽസ് തിയറം വാട്ട് വി ക്യാൻ സേ, ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എനി വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ദാറ്റ് ലൈൻ ഷുഡ് ഡിവൈഡ് ദ റിമൈനിങ് ടു സൈഡ്സ് ഇൻ ഈക്വൽ റേഷ്യോ. ദാറ്റ് മീൻസ് ABC എന്ന ട്രയാങ്കിളിൽ OP എന്ന് പറയുന്ന ലൈൻ AC എന്ന് പറയുന്ന സൈഡിനെയും CB എന്ന് പറയുന്ന സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് വാട്ട് വി ക്യാൻ റൈറ്റ്? ടെൽ മീ. CO by AO should be equal to CP by PB, isn't it? CO by AO should be equal to CP by PB. This is by Thales theorem. Any problem? No, isn't it? See, ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇതിൽ ഈ ഇക്വേഷനിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് നടത്തണം. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, ഗിവൺ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാ, അതും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ യാതൊരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് അതായത് നമുക്കിപ്പം എങ്ങനെയും ഈ തന്നിരിക്കുന്ന ഗിവൺ ആയിട്ടുള്ള ഒന്നാമത്തെ ഇക്വേഷനെയും ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെ എങ്ങനെയും കമ്പയർ ചെയ്യണം. കാരണം ഇവിടെ വരെ നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെയും ഗിവൺ ആയിട്ടുള്ള ഇക്വേഷനെ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ കമ്പയർ ചെയ്യുന്ന രീതിയിലോട്ട് എത്തണം. ഓക്കെ, ഇപ്പം അറ്റ് പ്രസൻറ്റ് നമുക്കിതിനെ രണ്ടിനെ നോക്കിയാൽ മതി, ഒന്നും അലുവയും മത്തിക്കറിയും പോലെ ഉണ്ടാവും. രണ്ടും ഒരു വ്യത്യാസം, ഒരു സാമ്യമില്ല. ഒരു സൈഡെങ്കിലും സാമ്യം ഉണ്ടെങ്കിലല്ലേ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് നടത്തുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ അറേഞ്ച്മെൻറ്റ് ഇതിൻ്റെ ഇൻവേഴ്സ് ഒന്ന് എടുക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നതെന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കാരണം എനിക്ക് ഈ ഇക്വേഷനും കമ്പയർ ചെയ്യണം. നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഈക്വൽ അല്ല, റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഈക്വൽ അല്ല. അപ്പോൾ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡെങ്കിലും ഈക്വൽ ആവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ട് വശത്തും ഇൻവേഴ്സ് എടുക്കുന്നു, റെസിപ്രോക്കൽ എടുക്കുന്നു. അപ്പോൾ എന്താകും? AO by CO is equal to PB by CP. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്? കാരണം ഈ ഇക്വേഷനെ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് അറേഞ്ച്മെൻറ്റ് നടത്തുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കുക. അല്ലാണ്ട് ഇതിലിപ്പോൾ വേറൊരു നിവൃത്തിയില്ല. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ സെക്കൻഡ് ഇക്വേഷനാക്കി എഴുതി തന്നിട്ട്. ഓക്കെ, എനി പ്രോബ്ലം? നോ. ഇനി ഈ ഫസ്റ്റ് ഗിവൺ ആയിട്ടുള്ള ഇക്വേഷൻ നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ AO by CO ലെഫ്റ്റ് സൈഡിലുള്ളത് അല്ലേ സെക്കൻഡ് ഇക്വേഷന്. ഇവിടെ എന്താ ഉള്ളത്? AO by BO. അപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. റൈറ്റ് സൈഡും അതുപോലെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനും ഗിവൺ ആയിട്ടുള്ള ഈ ഇക്വേഷന് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തിക്കോട്ടെ. എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ ഗിവൺ ആയിട്ടുള്ള ഈ ഇക്വേഷന് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തുവാണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഇതാ ഈ AO by BO ഞാൻ AO by ഇവിടെ ഞാൻ ഒന്നൊന്ന് മാർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇതിന് ഇനി പുതുതായിട്ട് എഴുതുന്നതിന് നമുക്കൊന്ന്, അത് ഗിവൺ ആയിട്ടുള്ള ഇക്വേഷന് എനിക്കൊരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. AO അതുപോലെ എഴുതുന്നു, ഈ BOനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ COനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ. ഈ AO അതുപോലെ എഴുതുന്നു, എന്നിട്ട് ഇവിടെ കിടക്കുന്ന CO ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതായത് ഇപ്പുറത്തുള്ള ഇത് ന്യൂമറേറ്ററുള്ള CO ആണ്, അത് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിലോട്ട് വരണം. പിന്നെ ഇപ്പുറത്തെ ഡിനോമിനേറ്റർ BO റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ന്യൂമറേറ്ററിലോട്ട് പോകുന്നു. ആ പോക്കാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പം AO അതുപോലെ എഴുതി, ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള CO ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ CO ആവും. ഇനി ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന BOനെ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഈ COനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും, അങ്ങോട്ട് BOനെ പിടിച്ചങ്ങിടുക. അപ്പോൾ BO by DO. അതായത് ഇത് ഇങ്ങോട്ടും ഒന്ന് റീപ്ലേസ് ചെയ്തു. അങ്ങനെ റീപ്ലേസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എന്നിട്ട് ഇതിന് ഒന്നാമത്തെ ഇക്വേഷൻ എഴുതാം. ഗിവണിൽ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ വരുത്താം. ഇനി നിങ്ങൾ ആ ഗിവൺ ഇക്വേഷനും ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ AO by CO, ഇവിടെയും AO by CO. റൈറ്റ് സൈഡ് അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട്. കാരണം എന്താ? ഈ ഇക്വേഷനെയും ലെഫ്റ്റ് സൈഡ് സെയിം ആയി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഒരു ലോജിക്കൊക്കെ നിങ്ങൾ പ്രവർത്തിപ്പിക്കണം. അപ്പോൾ ഇൻ വ്യൂ ഓഫ് first and second equation, what you can conclude? Left side AO by CO is already equal, so we can compare the right side. That means BO by DO should be equal to what? PB by CP. So what we can write? BO by DO should be equal to what? PB by CP. PB by
PB/CP. ഇപ്പം നിങ്ങൾ കിട്ടിയ ഈ വിവരം എന്താ പറയുന്നത്? BO/DO = PB/CP എന്നാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ റേഷ്യോ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ റേഷ്യോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ റേഷ്യോ എങ്ങനെ കിട്ടിയത്? ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും കമ്പയർ ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ റേഷ്യോ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, സാർ ഒരു റേഷ്യോ അല്ലല്ലോ പ്രൂവ് ചെയ്യേണ്ടത്, ABCDs ട്രപ്പീസിയം അല്ലെന്ന്. യെസ്, ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് ആ കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റും. ഇപ്പം നമുക്ക് ഈ റേഷ്യോ കിട്ടിയേ, അതിന് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഈ റേഷ്യോ കിട്ടി. ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് എങ്ങനെ ABCDs ട്രപ്പീസിയം അഥവാ AB പാരലൽ ടു DC എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിനി ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. കൂടുതലൊന്നും ചെയ്യാനില്ല. BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. BCD, ഇതാ ഈ BCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ സൈഡിലോട്ട് വരച്ച് മാറ്റി വരയ്ക്കുന്നു, മനസ്സിലാക്കുക എളുപ്പത്തിന് വേണ്ടി. BCD, ആ ട്രയാങ്കിളിൻ്റെ ക്രോസ് ആയിട്ടുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈനാണ് OP. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ലൈനാണ് OP. ആ ലൈൻ്റെ പ്രത്യേകത, ആ ലൈൻ DC പാരലാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു. അതിനുള്ള കാരണവും പറഞ്ഞു. ആ ലൈൻ ഇതിന് മാത്രം പാരലായിട്ടാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ലൈൻ ഒരിക്കലും ഇതിന് പാരലാണോ അല്ലെന്നൊന്നും തുടക്കത്തിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം പക്ഷേ ഈ ട്രയാങ്കിൾ നമ്മളെടുത്തു, BCD എന്നുള്ള ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിലുള്ള OP, അതും ഇതും ഇങ്ങനെ ഇവിടെ ഞാൻ ആരോ മാർക്ക് വരയ്ക്കാത്തത്, അറ്റ് പ്രസൻറ്റ് ഈ ലൈനും ഈ സൈഡും പാരലാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അതിനുള്ള കാരണവും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഇനി പക്ഷേ നിങ്ങൾ ഈ ട്രയാങ്കിളും ഇപ്പോൾ കിട്ടിയ റേഷ്യോ എന്താണ്? നൗ വിച്ച് റേഷ്യോ വി ഗോട്ട്? BO/DO. ഇപ്പോൾ നമ്മൾ എത്തിച്ചിരിക്കുന്ന റേഷ്യോ BO/DO = PB/CP എന്ന റേഷ്യോ, ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന റേഷ്യോയും ഈ ട്രയാങ്കിളും വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഈ റേഷ്യോ പറയുന്നത്? BO/DO എന്ന് പറഞ്ഞാൽ എന്താ? BO/DO ഈസ് ഈക്വൽ ടു PB/CP. PB/CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പറഞ്ഞു തരട്ടെ, എന്താണ്? ഈ ലൈൻ, ഐ റിപ്പീറ്റ്, ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് BO/DO. എനി കൺഫ്യൂഷൻ? ഈ ട്രയാങ്കിൾ BCDയിൽ ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് BO/DO. BO/DO. ഇനി അതേപോലെ തന്നെ അതേ ലൈൻ മറ്റേ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണെന്ത്? PB/CP. PB/CP. ആ രണ്ട് റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ ആ ലൈൻ DC പാരലായിരിക്കില്ലേ? ബൈ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം. കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം എന്താ പറയുന്നത്? ഇത് ഒരു ട്രയാങ്കിൾ തലതിരിഞ്ഞ് പോയി എന്നല്ലേ ഉള്ളൂ. സാധാരണ നമ്മൾ നോർമലി കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം ഇങ്ങനെ ഒരു ട്രയാങ്കിളിൽ പറഞ്ഞു. എന്താണ് കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറയുന്നത്? ഈ ലൈൻ ഇതിന് പാരലാണോ എന്ന് അറിയണമെങ്കിൽ ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ ദിസ് ബൈ ദിസും ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ ദിസ് ബൈ ദിസും, അതായത് ദിസ് ബൈ ദിസ് ഷുഡ് ബി ഈക്വൽ ടു ദിസ് ബൈ ദിസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലൈനും പാരലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതേ കേസിൽ ഇവിടെ വന്നത് ഈ ട്രയാങ്കിൾ നേരെ ഇച്ചിരി തലതിരിഞ്ഞ് പോലെ വന്നു എന്നല്ലേ ഉള്ളൂ. എന്താണ് ഈ റേഷ്യോ പറയുന്നത്? ഈ റേഷ്യോ പറയുന്നത് ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോവും ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ റേഷ്യോവും രണ്ടും ഈക്വലാണ് എന്ന് പറയുമ്പം ദാറ്റ് ലൈൻ ഷുഡ് ബി പാരലൽ ടു DC അല്ലേ? കാരണം എന്താ? ഒരു ലൈൻ രണ്ട് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈക്വലായി വന്നാൽ ആ ലൈൻ ആ സൈഡിന് പാരലാവണം. അതാണ് കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറയുന്നത്. സോ ബൈ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം വാട്ട് വി ക്യാൻ റൈറ്റ്? OP പാരലൽ ടു DC. OP പാരലൽ ടു DC. ഓക്കെ, അത്ര എത്തിയോ? OP പാരലൽ ടു DC. ഇനി വി നോ ദാറ്റ് വാട്ട്? ഇപ്പോൾ OP പാരലൽ ടു DC വരെ എത്തി. ഇനി വി നോ ദാറ്റ് OP ഈസ് ഓൾറെഡി പാരലൽ ടു AB. കാരണം എന്താ? നമ്മൾ OP ABക്ക് പാരലായിട്ടാണ് വരച്ചത്. അപ്പം OPയും ABയും പാരലാണെന്ന് നമുക്ക് അറിയാം. അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് OPയും DCയും പാരലാണെന്ന് നമുക്ക് ഇപ്പോൾ കിട്ടി. OP പാരലൽ ടു DC എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ നിന്ന് നമ്മൾ റീച്ച് ചെയ്തു. ഇനി അതിന് മുമ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതനുസരിച്ച് OPയും ABയും പാരലാണ്. അപ്പോൾ OP പാരലൽ ടു DC ആണ്, OP പാരലൽ ടു AB ആണെങ്കിൽ OP പാരലൽ ടു DCയും അതേ OP പാരലൽ ടു AB ആണെങ്കിൽ ഈ ABയും DCയും പാരലായിരിക്കില്ലേ? ആകും. A പാരലൽ ടു Bയും A പാരലൽ ടു Cയും ആണെങ്കിൽ Bയും Cയും പാരലാവും. അതുപോലെ തന്നെ OP പാരലൽ ടു DCയും OP പാരലൽ ടു ABയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നമുക്ക് എഴുതാം? DC ഷുഡ് പാരലൽ ടു AB. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ABയും DCയും പാരലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ട്രപ്പീസിയായി. അതുപോലെ ABയും DCയും പാരലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് ഇറ്റ് ഇസ് എ ട്രപ്പീസിയം. യു അണ്ടർസ്റ്റുഡ്? നോ?
കുറച്ച് കൺഫ്യൂഷനൊക്കെ ഫസ്റ്റ് തോന്നും. അപ്പോൾ നമ്മൾ ഈ ABCD ഒരു ക്വാഡ്രിലാറ്ററാണെന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. 2 ഡയഗണൽസ് ഓയിൽ മുട്ടും തന്നു പറഞ്ഞു തന്നു. പിന്നെ ഈ റേഷ്യോയും ഗിവൺ ആണ്. നമ്മൾ അതിന് ആസ്പദമാക്കി ഒരു ചിത്രം വരച്ചു. നമ്മൾ ചിത്രം വരച്ചതിന് ശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വേണമായിരുന്നു. അതിന് OP ABക്ക് പാരലായിട്ട് വരച്ചു. OP ABക്ക് പാരലാന്ന് പറയുമ്പോൾ OP DCക്ക് പാരലാണെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ABയും DCയും അറ്റ് പ്രസൻറ്റ് പാരലല്ല. അതുകൊണ്ട് യു മേ അണ്ടർസ്റ്റുഡ് നോ. ഓക്കെ, ഇത് ട്രപ്പീസിയം എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷനാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൺസ്ട്രക്ഷൻ OP പാരലൽ ടു AB ആയിട്ട് നടത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ ട്രയാങ്കിൾ തേൽസിർ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷൻ വരെ ആണ് നമുക്ക് മാക്സിമം എത്താവുന്നത്. ഇനി നമുക്ക് ചെയ്യാവുന്ന ആകെ ഒരു കാര്യം ഈ ഇക്വേഷനും തന്നിട്ടുള്ള ഈ കാര്യമായിട്ട് എങ്ങനെയും ഒന്ന് കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരുത്തി, തന്നിട്ടുള്ള ഇക്വേഷനിലും ചെറിയൊരു മാറ്റം വരുത്തി. അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരുത്തി, കിട്ടിയ ഇക്വേഷനും മാറ്റം വരുത്തിയപ്പം എനിക്ക് 2 ഇക്വേഷനും LHS സെയിം ആയി വന്നു. അങ്ങനെ ഞാൻ RHS കമ്പയർ ചെയ്തു. ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ RHS കമ്പയർ ചെയ്തു. ഇതുമല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ആലോചിക്കണം. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ട്രയാങ്കിൾ വെച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് കൺവേഴ്സ് സെയിൽസർ അനുസരിച്ച് OP പാരലൽ ടു DC എന്ന് കിട്ടി. ഇനിയിപ്പോൾ കിട്ടിയ OP പാരലൽ ടു DCയും നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത OP പാരലൽ ടു ABയും വെച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ DCയും ABയും പാരലാകും. DCയും ABയും പാരലായി കഴിഞ്ഞാൽ എന്താണ് ഹെൻസ് എ പ്രൂഫ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടൊരു കാര്യം ഉണ്ടാവും, എത്രമാത്രം ഒരു ചെയിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് തന്നെ 10th ക്വസ്റ്റ്യനാണ് ഈ എക്സസൈസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരാനുള്ള സാധ്യതയില്ല, കാരണം എന്നെക്കൊണ്ട് പരമാവധി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഇനി എങ്ങനെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് ചോദിക്കുക, ക്ലിയർ ആക്കുക. എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് 10th ക്വസ്റ്റ്യൻ. കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. So stay safe, practice well, and next day we will go to the next session. So we have discussed all the questions in this exercise without leaving anyone. Thank you.